ഭർത്താവിന്റെ വാപ്പയും ഉമ്മയും എൻ്റെ ഉമ്മയും വാപ്പയും അല്ലല്ലോ. എൻ്റെ ഉമ്മനും വാപ്പനും നോക്കാനല്ലേ എനിക്ക് കടമയുള്ളൂ എന്നതാണ് ഈ വാദത്തിന്റെ ചുരുക്കം. വാചകങ്ങളിൽ അത് 100% ശരി തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ള ഒരു അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനോടാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കടമയുള്ളത്. വാപ്പനേക്കാളും ഉമ്മനേക്കാളും കടമ ആരോടാണ്? ഭർത്താവിനോടാണ് ഏറ്റവും കടമയുള്ളത്. ആ ഭർത്താവിനോടുള്ള കടമയുടെ ഭാഗമായി വരുന്നതാണ് എന്ത്? വാപ്പാനും ഉമ്മാനും. ഇയാൾ വാപ്പയും ഉമ്മയും നോക്കുന്നതിൽ അവൾ സഹായിക്കാണ് ചെയ്യണത്. എൻ്റെ ഭാര്യ എന്നെ എല്ലാ കാര്യത്തിനും സഹായിക്കും, അപ്പോൾ എൻ്റെ ഉമ്മനെയും വാപ്പനെയും നോക്കൽ എൻ്റെ കടമയാണ്. ആ കടമക്ക് അവൾ എന്ത് ചെയ്യുന്നു? എല്ലാ കാര്യത്തിലും എന്നോട് സഹകരിക്കുന്ന പോലെ എന്നോട് സഹകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് അതൊരു കടമയായി വരുന്നത്. പിന്നെ വേറൊരു കാര്യം ചോദിക്കണം, എന്താ വെച്ചാൽ, പിന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യ, എനിക്ക് വാപ്പയമ്മ ഇല്ല വിചാരിച്ചോളും, എങ്കിൽ പോലും അയൽപ്പക്കത്ത് വയസ്സായ ഒരാൾ സുഖമില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നോക്കൂലേ? എന്തായാലും ഒരു ബാധ്യത, ഒരു നോക്കപ്പെടേണ്ട ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അയാളെ നോക്കുക എന്നുള്ളൊരു മാനുഷികത അല്ലേ? അതെങ്കിലും പരിഗണിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യങ്ങൾ അംഗീകരിക്കണം.